അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ 1ഉം 2ഉം പാദവും ചേർന്നതാണ് മിഥുനക്കൂറ്. ഇതൊരു ആത്മപരിശോധനയുടെ കാലമായിട്ട് കണക്കാക്കേണ്ടതാണ്. പഴയ പദ്ധതികളൊക്കെ തുടർന്ന് കൊണ്ടുപോവുക, അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതല്ലാതെ പുതിയ പദ്ധതികൾ തുടങ്ങാൻ ഇത് അനുകൂലമായിട്ടുള്ള സമയമല്ല. മുൻപ് നടത്തിയ പ്രവർത്തനങ്ങളുടെയൊക്കെ ചില പിഴവുകൾ ഒക്കെ തിരുത്താനും ഉള്ള സമയമാണ്. അത് വേണ്ട വിധം നടത്തുക. പഴയ മുൻപുണ്ടായ ചില കരാറുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ മുതലായവ അതിൽ നിന്ന് അനുകൂല ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. 16-ാം തീയതി കഴിഞ്ഞാൽ സൂര്യൻ ലഗ്നത്തിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേതൃത്വ പാഠമൊക്കെ കൂടും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. തുടർന്ന് 2ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടും. ഇപ്പോൾ പുതിയ പദ്ധതികളൊക്കെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് ആഴ്ചയുടെ ധനപരമായിട്ട് ആഴ്ചയുടെ 2ാം ഭാവത്തിലാണ് ധനപരമായിട്ടുള്ള ചില അനുകൂല ഘടകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് ചിലവുകൾ നിയന്ത്രിക്കുകയും വേണം. അപ്പോൾ പഴയ സമ്പാദ്യത്തെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുമൊക്കെ സാധിക്കുന്ന സമയമാണ്. ആരോഗ്യക്കുറവ് പൊതുവെ കാണാവുന്നതാണ്. നാഡീ സംബന്ധമായിട്ടുള്ള ചില വീക്ക്നെസ്, അതുപോലെ മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ മുതലായിട്ടുള്ളവ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വാക്ക് തെറ്റിദ്ധാരണകൾക്കൊക്കെ കാരണമായേക്കാം. അത് തുറന്ന ആശയവിനിമയം നടത്താൻ ശ്രമിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് വിഷ്ണുവിനെ പൂജിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അങ്ങനെയുള്ള അർച്ചനകളൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ ഒക്കെ നടത്തുന്നതും, അതുപോലെ തന്നെ ദാനം, ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് പഠന ഉപകരണങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ ദാനം ചെയ്യുന്നതുമൊക്കെ നല്ല ഫലം ചെയ്യുന്നതാണ്.